ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് റെഡ്മിൻ്റെ നോട്ട് 9 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ റിവ്യൂ ആണ്. ഈ ഫോണിൻ്റെ എല്ലാ റിവ്യൂ ഉണ്ട്. ഇപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്നത് ഇതുപോലത്തെ പിന്നെ കുറേ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 എന്ന ഫോണ്. അപ്പം ഇതിൻ്റെ ബോക്സിലെ ഫസ്റ്റ് ലുക്കാണ് ഇതാ. ഇവിടെ റെഡ്മിൻ്റെ ഒരു സിമ്പിളുണ്ട്. പിന്നെ ഇവിടെ 48 MP ആൾ കോഡ് ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ പിന്നെ റെഡ്മി നോട്ട് 9 വിത്ത് ഈസി ആക്സസ് ടു ദ ഗൂഗിൾ ആപ്പ് യൂസ് മോസ്റ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഡ്മി നോട്ട് 9 48 ഓൾ കോഡ് ക്യാമറ, പിന്നെ അതുതന്നെ ഇത് ബാക്ക് ക്യാമറ ഇതാണ് 48 MP ആണ്. പിന്നെ 30 MP ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് വെച്ചാൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 പറഞ്ഞിട്ടുള്ള മീഡിയാടെക്കിൻ്റെ പ്രൊസസ്സറാണ്. ഇതിൻ്റെ പ്രൊസസ്സർ ഹീലിയോ G85 ഒപ്റ്റിമൈസ്ഡ് ഫോർ ഗെയിമിങ്. ഇതിപ്പോൾ നമ്മുടെ കുറച്ച് സ്നാപ്ഡ്രാഗൻ്റെ 665 ഉണ്ടല്ലോ, അതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ് ഹീലിയോ G85 പറഞ്ഞ ഈ പ്രൊസസ്സർ. പിന്നെ ഇതിൻ്റെ ഡോട്ട് ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കുമ്പോൾ ഡോട്ട് ഡിസ്പ്ലേ ആണ്. ഫുൾ HD പ്ലസ് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഗോറില്ല ഗ്ലാസിൻ്റെ 5ൻ്റെ പ്രൊട്ടക്ഷന്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 5020 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൻ്റെ ബാറ്ററിൻ്റെ കപ്പാസിറ്റി ഉള്ളത്. പിന്നെ 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട് ഈ ബോക്സിൽ തന്നെ. 22 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇവിടെ കൊടുത്തു 48 MP അതിൻ്റെ ക്യാമറൻ്റെ ഇതാണ് മെഗാപിക്സൽസ് 48 MP ഉണ്ട്. പിന്നെ 8 MP ഉണ്ട്. പിന്നെ 2 MP ഉണ്ട്. പിന്നെ 2 MP. പിന്നെ സ്പ്ലാഷ് പ്രൂഫ് ആൻഡ് നാനോ കോട്ടിംഗ് ഉണ്ട്. ഡുവൽ വോൾട്ട് വിത്ത് Wi-Fi സപ്പോർട്ട്. അപ്പോൾ ഇതിൽ Wi-Fiയും സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിൻ്റെ ചാർജർ അപ് ടു 9 വോൾട്ട് റിസർവ് ചാർജിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക്. പിന്നെ C ടൈപ്പാണ്, റിവേഴ്സിബിൾ കണക്ടറാണ്. അപ്പം C ടൈപ്പാണ് ഇതിൻ്റെ ചാർജർ. പിന്നെ അതിൻ്റെ കളറ് സ്കാർലറ്റ് റെഡ് ആണ് ഇതിൻ്റെ കളറ്. അപ്പോൾ ഇതിൻ്റെ വേരിയൻ്റ് 4GB 128GB ആണ് ഇതിൻ്റെ അടുത്തുള്ള വേരിയൻറ്റ്. പിന്നെ ഇതാ ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഫോണ് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഒരിട്ടം ഒന്ന് പൊളിച്ചതാണ്, നമ്മളന്ന് അൺബോക്സിങ് ചെയ്തതാണ്. അതായത് കടയിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യുമല്ലോ. ഇതിപ്പോൾ ഓഫ്ലൈനിലും ചെയ്താണ് കേട്ടോ. ഞാൻ റേറ്റ് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഓഫ്ലൈൻ റേറ്റ് പറഞ്ഞാൽ 14,000 റുപ്പീസ്. നമ്മളെ ഇപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ അൺബോക്സ് ചെയ്താൽ ഫസ്റ്റ് തന്നെ ഇതാ ഇതിൽ കേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വെക്കുക. പിന്നെ ഇതൊരു കവറ്. പിന്നെ ഇതാണ് നമ്മളെ ഫോൺ നമുക്ക് മാറ്റി വെക്കാം. ഫോൺ മാറ്റിച്ച് പിന്നെ ഈ കേസിൻ്റെ കവറ് ഇത് നോക്കാം. ഇതാ സിം ഇജക്ടറുണ്ട്. പിന്നെ MIൻ്റെ യൂസർ ഗൈഡ് നോട്ട് 9 യൂസർ ഗൈഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാറണ്ടി നോട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാ അതിൻ്റെ ഒരു കവറ് കേസ് കയറി. അപ്പം ഇതാണ് അതിൻ്റെ ക്വാളിറ്റിയുള്ള നല്ല കേസ് തന്നെയാണ്. നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല കേസ്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഫോണിൽ പോകുന്നതിന് മുമ്പ് ഇതിപ്പോൾ അതിൻ്റെ ചാർജർ ഇൻബോക്സ് തന്നെയാണ്. 22.5 വോൾട്ടിൻ്റെ ചാർജറാണ് ഇത് ബോക്സിൽ തന്നെ കിട്ടേണ്ടത്. ഇതാ 22.5 വോൾട്ടിൻ്റെ ചാർജർ C ടൈപ്പാണ്. ഇതൊരു ബ്രിക്ക് ടൈപ്പ് തന്നെയാണ്, ചെറിയ ബ്രിക്ക്. നമ്മളെ പോക്കോ X2 പറഞ്ഞാൽ കുറച്ചുകൂടി നല്ല വലുപ്പമുള്ളൊരു ബ്രിക്കാണ്. ഇതൊക്കെ ചെറിയൊരു സംഭവം. എന്താ C ടൈപ്പാണ് കേട്ടോ. എന്താ C ടൈപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഫോണിൽ പോവാം. ഫോണിൽ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്, അതായത് റെഡ്മി നോട്ട് 9 ആണ് ഫോണ്. നമ്മുടെ അടുത്തുള്ള കളറാണ് റെഡാണ് കളറ്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് സാർ വാല്യൂ ലിമിറ്റ് 1 കിലോഗ്രാം ഇട്ടാ. ഹെഡിന് 0.853 Watt/kg ആണ്. പിന്നെ ബോഡീൻ്റെ ആക്കണു അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ 48 MP ആൾ കോഡ് ക്യാമറ ആണ്. 4 ക്യാമറ, അതായത് 8 MP ഡെപ്ത് ഉണ്ട്. 8 MP അൾട്രാ വൈഡ്. പിന്നെ അതുപോലെ തന്നെ 2 MP മാക്രോ, അതുപോലെ തന്നെ 2 MP ഡെപ്തും അങ്ങനെയാണ് ഇതിൻ്റെ ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ വീഡിയോ ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ
1080p റെക്കോർഡിങ്ങിൽ 30 FPS കിട്ടും. അതുപോലെ തന്നെ 720p റെക്കോർഡ് ചെയ്യുമ്പോൾ 30 FPS തന്നെ. പിന്നെ 720p നമുക്ക് സ്ലോ മോഷന് 120 FPS സ്ലോ മോഷൻ കിട്ടും, നമുക്ക് റെക്കോർഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഫ്രണ്ട് ക്യാമറ ആക്കണം, അതായത് 13 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഇൻ ഡിസ്പ്ലേയിലുണ്ട്. കണ്ടോ, ഇത് വെയിറ്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ പോക്കോസ്റ്റിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെയിറ്റ് ഒന്നുമില്ല, കുറവാണ്. പിന്നെ നമുക്ക് ഫോണിലേക്ക് നോക്കാം. ഇനി ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഫോണിൻ്റെ ബാക്കിൽ നിന്ന് വരുന്നത് അവിടെ 4 ക്യാമറ, ഞാൻ പറഞ്ഞ പോലെ 4 ക്യാമറ. ഇവിടെ ഫ്ലാഷ് ഉണ്ട്, LED ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, പിന്നെ അത് ഫിംഗർ പ്രിൻറ്റ്. പിന്നെ ബാക്കിലാണ് നല്ലൊരു ഡിഫറെൻറ്റ് രണ്ട് മോഡൽ കളർ. ഇവിടെ ഒരു റെഡും ഇവിടെ ഒരു വേറൊരു റോസ് വയലറ്റ് മോഡൽ കളർ. പിന്നെ എന്താ നമ്മുടെ ഡിസ്പ്ലേയിൽ ഇവിടെ ഒരു ഇൻ ഡിസ്പ്ലേയിൽ ക്യാമറ ഉണ്ട്, പിന്നെ ഒന്നുമില്ല. പിന്നെ ഈ സൈഡിലേക്ക് വരണമെങ്കിൽ വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ സ്വിച്ച് ഉണ്ട്, പിന്നെ പവർ ബട്ടൻ്റെ സ്വിച്ച് ഉണ്ട്, പിന്നെ ഒന്നും സൈഡിലില്ല. പിന്നെ അടിയിൽ ഇത് നമ്മുടെ ഓഡിയോ ജാക്ക് ഉണ്ട്, 3.5mm ഓഡിയോ ജാക്ക്. അതുപോലെ തന്നെ നമ്മുടെ C ടൈപ്പ് ചാർജറിൻ്റെ പോർട്ട്, പിന്നെ സൗണ്ടിൻ്റെ സ്പീക്കറുണ്ട്. പിന്നെ ഈ സൈഡിൽ നമ്മളെ സിം ഇജക്ടർ, ഇത് ഡുവൽ നാനോ സിമ്മാണ്, നാനോ സിമ്മ്. അതുപോലെ തന്നെ 2 സിമ്മും ഒരു മെമ്മറി ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്, ഹൈബ്രിഡ് അല്ല. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് സ്റ്റോറേജും കൂട്ടുക കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ 199 ഗ്രാം. അപ്പം 199 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് ഉള്ളത്. പിന്നെ പോക്കോസ്റ്റിനെ പറഞ്ഞാൽ 208 അത്ര ഉണ്ട്, അപ്പം നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വെയിറ്റ് കുറവാണ് എനിക്കത് നോക്കുമ്പോൾ. പിന്നെ ഹൈറ്റ് 162.3 ആണ് ഇതിൻ്റെ ഹൈറ്റ്. പിന്നെ ഇതിൻ്റെ തിക്നെസ്, അതായത് 8.9 mm ഇതിൻ്റെ തിക്നെസ്. അങ്ങനെയാണ് ഇതിൻ്റെ തിക്നെസ്സും ഹൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ സെറ്റിങ്സ്, ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷനൊക്കെ പോവുകയാണെങ്കിൽ ഇതിലാ MIUIൻ്റെ വെർഷന് 12 ആണ് ഇതിൻ്റെ വെർഷൻ MIUI. പിന്നെ ആൻഡ്രോയിഡ് വെർഷൻ എന്താകണു 10. ആൻഡ്രോയിഡ് 10 ആണ്, ആൻഡ്രോയിഡ് 10 ആണ് ഇതിൻ്റെ വെർഷൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ. പ്രൊസസ്സർ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ചിപ്സെറ്റ് പറഞ്ഞത് മിയടെക്കിൻ്റെ ഹീലിയോ G85 ആണ് ഇതിൻ്റെ ചിപ്സെറ്റ്. പ്രൊസസ്സറാണ് ഒക്ടാ കോറിൻ്റെ 2 GHz ഡുവൽ കോർ കോർട്ടസ് A75 പ്ലസ് 2 GHz എക്സാ കോർ കോർട്ടസ് A55 ആണ് ഇതിൻ്റെ പ്രൊസസ്സർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ സെൻസറും ഇതിലുണ്ട്. പിന്നെ എന്താ ഇതിനെ നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ക്യാമറ അപ്പം നമുക്കിതിൻ്റെ കുറച്ച് കുറച്ച് വിഷ്വൽസും, അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറനും ബാക്ക് ക്യാമറനും കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇതിലിപ്പോൾ കുറച്ച് ആപ്പുകളാകും, സിലി, ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകളാണ്. കുറച്ച് അവരുടെ MIൻ്റെ അല്ലേ, അവരുടെ ആപ്പുകൾ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ, ഗെയിംസ് ക്രേസി ജ്യൂസർ, ബ്ലോക്ക് പസിൽ, ബബിൾ ഷൂട്ടറൊക്കെ ഗെയിമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ക്യാമറൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ പോകാം. അപ്പോൾ പിന്നെ അതിൻ്റെ ക്യാമറൻ്റെ കാര്യങ്ങൾ കേട്ടോ. ക്യാമറ സെറ്റിങ്സ്, ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. പോർട്രേറ്റ് ഉണ്ട്, ഫോട്ടോ വീഡിയോ പ്രോ ഉണ്ട്. പിന്നെ മോറിൽ ഇപ്പോൾ 48 മെഗാപിക്സലുണ്ട്. പിന്നെ ഷോർട്ട് വീഡിയോ ഉണ്ട്, പിന്നെ സ്ലോ മോഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ഷോർട്ട് വീഡിയോ ആണ്. പിന്നെ സ്ലോ മോഷൻ ഉണ്ട്. പിന്നെ ഡോക്യുമെൻറ്റ്സ്, ടൈം ലാപ്സ് ഉണ്ട്, പനോരമ ഉണ്ട്, നൈറ്റും ഉണ്ട്. നൈറ്റ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ വിഷ്വൽസൊക്കെ ഞാനിപ്പം കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കേസ് ഇട്ട ഇതാണിത്. ഈ കേസ് ഇതിപ്പോൾ ബാക്ക് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കാണ് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കേണ്ടത് വെച്ചാൽ റയർ ക്യാമറ ഇട്ടാൽ, അതായത് 48 മെഗാപിക്സലിൻ്റെ Note 9 മെഗാപിക്സൽ ഇതിന് എടുക്കുന്നുണ്ട്. ഫോൺ ജെർക്ക് ചെയ്തോ, ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫോട്ടോ വീഡിയോക്ക് സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ റയർ ക്യാമറയിൽ. അപ്പോൾ ഗായ്സ് ഇതിപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വെച്ചാൽ ഇത് നമ്മളെ Note 9 Prime Note 9 അതിലുള്ള വീഡിയോ റെക്കോർഡ് സെൽഫാണിത്. സെൽഫി ഉണ്ടോ, സെൽഫിയിലുള്ള വീഡിയോ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ റെഡ്മി Note 9 പിന്നെ അതുപോലെ Note 9 റിവ്യൂ ആണ് ചെയ്തത്.
ഇനിയിപ്പോൾ ഓപ്പോ A31 2 കമ്പാരിസൺ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമുക്കിടാം. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് അടിക്കാം, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ പോരായ്മ അതിലെന്ത് ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.